ഞാനാണ് അമ്മു. ഈ അവധിക്കാലത്ത് കൂട്ടുകാരൊത്ത് കളിക്കുവാനും പാട്ട് പാടുവാനും കഥകൾ പറയുവാനും നിങ്ങളോടൊപ്പം അമ്മ ഉണ്ടാകും. അപ്പോ ഇനി നമുക്ക് ഒരുമിച്ച് അവധിക്കാലം ആഘോഷിക്കാം, അല്ലേ കൂട്ടുകാരെ? ഞാൻ എന്റെ അപ്പൂപ്പന്റെ വീട്ടിലാണ്. ഇവിടെ എന്ത് രസമാണെന്നോ കളിക്കാൻ. അമ്മോന് ഇവിടെ ധാരാളം കൂട്ടുകാരുണ്ട്. അപ്പൂപ്പൻ അമ്മോന് ധാരാളം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥകളൊക്കെ കൂട്ടുകാർക്കും കേൾക്കണ്ടേ? ഇവിടെ എന്ത് മനോഹരമായ കാഴ്ചകളാണെന്നറിയാമോ? പൂക്കളും പുഴകളും പൂമ്പാറ്റകളും വയലുകളും. ഇതൊക്കെ കാണാൻ അമ്മുവിന്റെ കൂടെ കൂട്ടുകാരും പോന്നോളൂ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ നാട്ടിൻപുറത്തെ കാഴ്ചകൾ? നല്ല ഭംഗിയുള്ള പൂക്കളും പൂമ്പാറ്റകളെയും എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? ഇനി അമ്മ കൂട്ടുകാർക്ക് കഥകൾ ഓരോന്നായി പറഞ്ഞു തരാം. കൂട്ടുകാരെ, നമുക്ക് ആദ്യമായി അത്യാഗ്രഹിയും അഹങ്കാരിയുമായ
ഒരു നായയുടെ കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു നായ ഉണ്ടായിരുന്നു. മഹാ അത്യാഗ്രഹിയും അഹങ്കാരിയുമായിരുന്നു അവൻ. താനാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തനും അതിബുദ്ധിമാനും എന്നായിരുന്നു അവന്റെ വിചാരം. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ മനസ്സിൽ അത്യാഗ്രഹവും അഹങ്കാരവും കൂടി വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ ഒരു വഴിയിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോ അവന്റെ അടുത്തേക്ക് ഒരു കുഞ്ഞു പൂച്ച അറിയാതെ നടന്നെത്തിപ്പോയി. തന്റെ മുന്നിൽ നിൽക്കുന്ന നായയെ കണ്ട് കുഞ്ഞിപ്പൂച്ച നിന്ന് വിറച്ചുപോയി. പാവം കുഞ്ഞിപ്പൂച്ചയല്ലേ, അവനങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ആ അഹങ്കാരിയായ നായ ആ കുഞ്ഞിപ്പൂച്ചയെ വെട്ടിച്ചു. പേടിച്ച് വിരണ്ടുപോയ കുഞ്ഞിപ്പൂച്ച തന്റെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അഹങ്കാരത്തോടെ നടന്നു വരുമ്പോ വഴിയിൽ കാണുന്ന എല്ലാ കുഞ്ഞു മൃഗങ്ങളെയും, എന്തിന് ഒരു കാക്ക കുഞ്ഞിനെ പോലും അവൻ പേടിപ്പിച്ച് ഓടിച്ചു വിടും. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു ഇറച്ചി വെട്ടുകാരൻ കടയിൽ ഇറച്ചി വെട്ടിക്കൊണ്ട് നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഇറച്ചി കഷ്ണങ്ങൾ കണ്ടപ്പോ അവന്റെ വായിൽ വെള്ളമൂറി. എങ്ങനെയെങ്കിലും ആ ഇറച്ചി കഷ്ണങ്ങൾ തട്ടിയെടുത്ത് അകത്താക്കണമെന്നായി അവന്റെ ചിന്ത. അങ്ങനെ ഇറച്ചി കഷ്ണങ്ങളിൽ കൊതി നോക്കി നിൽക്കുമ്പോഴാണ് ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടുന്നതിനിടയിൽ ഒരു ഇറച്ചി കഷ്ണം അറിയാതെ തെറിച്ച് താഴേക്ക് വീണത്. അത് കണ്ട നായ പെട്ടെന്ന് ഓടിച്ചെന്ന് ആ ഇറച്ചി കഷ്ണം കടിച്ചെടുത്ത് ദൂരേക്ക് ഓടി. അത് കണ്ട ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി കഷ്ണം തിരിച്ചു നൽകാൻ വിളിച്ചു പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഇറച്ചി കഷ്ണവുമായി അവൻ ദൂരേക്ക് ഓടിപ്പോയി. അങ്ങനെ ഓടി ഓടി അവൻ ഒരു പുഴക്കരികിലെത്തി. അപ്പോഴും അവൻ ആ ഇറച്ചി വെട്ടുകാരനെ പറ്റിച്ച സന്തോഷത്തിലായിരുന്നു. ആ പുഴക്കരയുടെ അറ്റത്ത് നിന്ന് അവൻ ചുറ്റുപാട് നോക്കി. തന്റെ അടുത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇറച്ചി കഷ്ണം തിന്നാനായി തുടങ്ങുമ്പോഴാണ് പുഴയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ടത്. ശെടാ, തന്നെ പോലെ വേറൊരു നായ ഒരു ഇറച്ചി കഷ്ണവുമായി അതാ തന്റെ മുന്നിൽ നിൽക്കുന്നു. അവന്റെ മനസ്സിൽ ആ ഇറച്ചി കഷ്ണം കൂടി തനിക്ക് കിട്ടണമെന്ന അത്യാഗ്രഹമായിരുന്നു. അവൻ തന്റെ മുന്നിൽ നിൽക്കുന്ന നായയെ പേടിപ്പിക്കുവാൻ ശ്രമിച്ചു. ഒടുവിൽ അവന് ദേഷ്യം വന്നു. അവൻ സർവശക്തിയും എടുത്ത് ഉറക്കെ കുരച്ചു. ആ കുരയിൽ അവന്റെ വായിലുണ്ടായിരുന്ന ഇറച്ചി കഷ്ണം പുഴയിലേക്ക് വീണു. അപ്പോഴാണ് തനിക്ക് മണ്ടത്തരം പറ്റിയെന്ന വിവരം നായ്ക്ക് മനസ്സിലായത്. താൻ ആ പുഴയിൽ കണ്ടത് വേറൊരു നായയല്ലെന്നും അത് തന്റെ നിഴൽ തന്നെ ആയിരുന്നു എന്ന സത്യം അപ്പോഴാണ് അവന് മനസ്സിലായത്.
തന്റെ അത്യാഗ്രഹത്തിന്റെ ബലമാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഇറച്ചി കഷ്ണം കൂടി തനിക്ക് നഷ്ടമായത് എന്ന് ആ നായ്ക്ക് അപ്പോൾ ബോധ്യമായി. അവൻ നാണിച്ച് തല താഴ്ത്തി ദുഃഖത്തോടെ ദൂരേക്ക് നടന്നകന്നു. കൂട്ടുകാരെ, അത്യാഗ്രഹിക്ക് പറ്റിയ പറ്റുകണ്ടോ? നമ്മൾ ഒരു കാര്യത്തിൽ അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല. അത്യാഗ്രഹം കാട്ടിയാൽ നമ്മുടെ കയ്യിലുള്ളത് കൂടി പോകും എന്ന് കൂട്ടുകാർക്ക് കഥയിലൂടെ മനസ്സിലായില്ലേ? കൂട്ടുകാരെ, നമുക്കിനി കുഞ്ഞിക്കാക്കയുടെയും ഒരു കള്ളക്കുറുക്കച്ചായയുടെയും കഥ കേട്ടാലോ? ഒരു കഥ പറയട്ടെ, കേൾക്കണോ? ഒരിക്കലൊരു കൊതിച്ചിക്കാക്ക വയറു വിശന്നു പൊരിഞ്ഞു, ദൂരം പറന്നു തളർന്നു, എവിടെയുമില്ലൊരു വറ്റുപോലും, എങ്ങുമേ കണ്ടില്ല മാമ്പഴവും, എവിടെയുമില്ലൊരു വറ്റുപോലും, എങ്ങുമേ കണ്ടില്ല മാമ്പഴവും. എന്നിട്ടോ ഒടുവിലൊരിടത്തു കണ്ടെത്തി ഒരപ്പ കഷ്ണനിധി പോലെ, ഒടുവിലൊരിടത്തു കണ്ടെത്തി ഒരപ്പ കഷ്ണനിധി പോലെ, കാക്ക പെണ്ണത് കൊത്തിയെടുത്തു കൊക്കിലൊതുക്കിക്കൊണ്ടങ്ങിരുന്നു, കാക്ക പെണ്ണത് കൊത്തിയെടുത്തു കൊക്കിലൊതുക്കിക്കൊണ്ടങ്ങിരുന്നു. മാവിന്റെ കൊമ്പിൽ കൊതിയോടെ, മാവിന്റെ കൊമ്പിൽ കൊതിയോടെ, ആഹാ അപ്പോഴതാ ഒരു വിളി കേട്ടു, സുഖമോ കാക്കേ, സുന്ദരി കാക്കേ. കാക്ക ആ വിളിയിൽ ലയിച്ചിരുന്നു, കോരിത്തരിച്ചവളിരുന്നു. അല്ലയോ സുന്ദരി കാക്കേ, നിന്നെ കാണുവാൻ എന്തൊരു ചന്തം, അല്ലയോ സുന്ദരി കാക്കേ, നിന്നെ കാണുവാൻ എന്തൊരു ചന്തം. പാടുതി പൊന്നാര കാക്കേ, നിന്റെ തേനൂറും പാട്ടൊന്ന് കേട്ടിടട്ടെ, കുയിലിന്റെ പാട്ടിനെക്കാളും ഇഷ്ടം നിന്നുടെ പാട്ടാണ് എനിക്ക് പൊന്നെ, നിന്നുടെ പാട്ടാണ് എനിക്ക് പൊന്നെ. താഴെ നിന്നെത്തിയൊരു കുശലം, കൗശലക്കാരനൊരു കുറുക്കൻ, വീണ്ടും അതാ നിന്നു കെഞ്ചിടുന്നു. പാടുന്നി പൊന്നാര കാക്കേ, നിന്റെ തേനൂർ പാട്ടൊന്ന് കേട്ടിടട്ടെ, കുയിലിന്റെ പാട്ടിനെക്കാളും ഇഷ്ടം നിന്നുടെ പാട്ടാണ് എനിക്ക് പൊന്നെ, നിന്നുടെ പാട്ടാണ് എനിക്ക് പൊന്നെ. അപ്പോൾ കാക്ക കൊതിച്ച് അത് കേട്ടതും അറിയാതറിയാതങ്ങു പൊങ്ങിപ്പോയി. പാടുവാൻ ചുണ്ടു വിടർത്തിപ്പോയി. കാക്ക കാക്ക പാടിടുമ്പോൾ കൊക്കിൽ നിന്നപ്പം താഴെ പോയി, കാക്ക കാക്ക പാടിടുമ്പോൾ കൊക്കിൽ നിന്നപ്പം താഴെ പോയി. കുറുക്കനതപ്പോഴെ വായിലകി കൂവിച്ചിരിച്ചു കുറുക്കനോടി, കൂവിച്ചിരിച്ചു കുറുക്കനോടി. കുറുമ്പിക്കാക്കേ, നിന്റെ പാട്ട് കേട്ടാൽ ആരും ചെവി പൊത്തിയിടും. അയ്യോ അക്കിടി പറ്റിയതോർത്തു കാക്ക അങ്ങകലേക്ക് പറന്നകന്നു. ദൂരെ 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 താനറിയാഞ്ഞാൽ പിന്നെ താനറിഞ്ഞിടും. ചക്കരവാക്കിൽ വീണിടല്ലേ, നിൽക്കണം നിങ്ങൾ നിങ്ങളായി. ചക്കരവാക്കിൽ വീണിടല്ലേ, നിൽക്കണം നിങ്ങൾ നിങ്ങളായി. നിൽക്കണം നിങ്ങൾ നിങ്ങളായി, നിൽക്കണം നിങ്ങൾ നിങ്ങളായി. കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? അതെ കൂട്ടുകാരെ, ആരുടെയും ഭംഗിവാക്കിൽ നമ്മൾ വീണുപോകാൻ പാടില്ല. നമ്മളിപ്പോ കണ്ടില്ലേ, ആ അപ്പകഷ്ണത്തിന് വേണ്ടി ആ കുറുക്കൻ ഭംഗിവാക്ക് പറഞ്ഞപ്പോ കുഞ്ഞിക്കാക്ക അതിൽ വീണുപോയത്.
അമ്മു കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്ന കഥ കാട്ടിലെ ബുദ്ധിമാൻ എന്ന കഥയാണ്. കൂട്ടുകാർക്ക് കാട്ടിലെ ആ ബുദ്ധിമാൻ ആരാണെന്ന് അറിയാൻ ആകാംക്ഷയായി അല്ലേ? എന്നാ കേട്ടോളൂ കൂട്ടുകാരെ. പണ്ടൊരു കാട്ടിൽ ഒരു കടുവയുണ്ടായിരുന്നു. വീരു എന്നായിരുന്നു അവന്റെ പേര്. അതീവ ശക്തിമാനായിരുന്നു അവൻ. ആ കാട്ടിൽ മുമ്പുണ്ടായിരുന്ന സിംഹത്തിനെ തോൽപ്പിച്ച വീരുവാണ് ഇപ്പോൾ ആ കാട്ടിലെ രാജാവ്. സിംഹത്തിനെ തോൽപ്പിച്ച അന്ന് തന്നെ വീരു അത് സ്വയം പ്രഖ്യാപിച്ചതാണ്. ആ യുദ്ധത്തിൽ തോറ്റ സിംഹത്തെ വീരു കാട്ടിൽ നിന്നും പുറത്താക്കി. അവന്റെ സിംഹാസനവും വീരു കൈക്കലാക്കി. താനാണ് ഇപ്പോഴത്തെ രാജാവ് എന്ന് മറ്റു മൃഗങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി കാട്ടിലിറങ്ങി മറ്റു മൃഗങ്ങളെ പേടിപ്പിക്കുക എന്നതാണ് വീരു കടുവയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഒരു ദിവസം ഗുഹയിലിരിക്കുമ്പോൾ അവൻ ഓർത്തു, താൻ തന്നെയാണ് ഇപ്പോൾ കാട്ടിലെ രാജാവ്. അത് തന്റെ ശക്തിയുടെ പിൻബലത്തിൽ മാത്രമാണ്. എന്നാൽ ബുദ്ധിയുടെ കാര്യത്തിലോ? ഇനി ഭാവിയിൽ വേറൊരാൾ തന്നെ ബുദ്ധിയിൽ തോൽപ്പിച്ച് തന്റെ രാജാവിന്റെ സ്ഥാനം തട്ടിയെടുത്താലോ? വീരു ഓർത്തു. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീരു അത് ശ്രദ്ധിച്ചത്. ഹോ, തന്റെ ഗുഹയിൽ വല്ലാത്തൊരു ദുർഗന്ധം തന്നെ. സഹിക്കാൻ പറ്റുന്നില്ല. ഈ ദുർഗന്ധം മാറ്റുവാൻ എന്താണൊരു വഴി? ആരോട് ഉപദേശം തേടും? അപ്പോഴാണ് വീരവന് ഒരു ബുദ്ധി ഉദിച്ചത്. പെട്ടെന്ന് തന്നെ കാട്ടിലൊരു വിളംബരം പുറപ്പെടുവിച്ചു. വീരു രാജാവിന് ഒരു മന്ത്രിയെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ രാജാവിന്റെ അടുത്തേക്ക് ഉടൻ എത്തിച്ചേരേണ്ടതാണ്. ഇതൊരു മത്സരമായിരിക്കും. ആർക്കും പങ്കെടുക്കാം. കാട്ടിലെ ആ ബുദ്ധിമാനെ മത്സരത്തിന് ശേഷം വീരു രാജാവായിരിക്കും തിരഞ്ഞെടുക്കുക. അവനായിരിക്കും പിന്നീടുള്ള കാലം വീരു രാജാവിന്റെ മന്ത്രി. വിളംബരം കേട്ടപ്പോൾ പല മൃഗങ്ങൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നി. പക്ഷേ വീരു കടുവയെ കാണുമ്പോൾ തന്നെ അവർ പേടിച്ചു വിറയ്ക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും ആരും തന്നെ അതിന് ധൈര്യപ്പെട്ടില്ല. ആ കാട്ടിൽ സൂത്രശാലിയായ 3 മൃഗങ്ങളുണ്ടായിരുന്നു. ചിണ്ടൻ എന്ന കുറുക്കനും, ശംഭു എന്ന കഴുത, കിങ്ങിണി എന്ന പൂച്ച. അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. 3 പേരും തങ്ങളുടെ മനസ്സിൽ ഓരോരോ പദ്ധതികൾ ആവിഷ്കരിച്ച് വീരുകടുവയുടെ ഗുഹയിലേക്ക് നടന്നു. 3 പേരും വീരുവിന്റെ ഗുഹയിലേക്ക് എത്തി. തന്റെ ഗുഹയുടെ മുന്നിലെത്തിയ കുറുക്കനെയും കഴുതയെയും പൂച്ചയും മാറി മാറി വീരുകടുവ നോക്കി. അവൻ മനസ്സിൽ പറഞ്ഞു, കാട്ടിൽ എത്രയോ മൃഗങ്ങളുണ്ട്, എന്നിട്ടോ മത്സരത്തിനായി എത്തിയത് ഇവർ 3 പേർ മാത്രം. അപ്പോൾ കാട്ടിൽ എല്ലാ മൃഗങ്ങൾക്കും തന്നെ അത്രമാത്രം പേടിയാണ്. വീരുകടുവ മനസ്സിലോർത്ത് സന്തോഷിച്ചു. എന്നിട്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ധൈര്യത്തോടെ എത്തിയ ഇവർ 3 പേരും ചില്ലറക്കാരല്ല. ഇതിൽ ഏതോ ഒരു ബുദ്ധിമാനുണ്ട്. വീരു മനസ്സിൽ ഉറപ്പിച്ചു. വീരു എന്താണ് മത്സരമെന്ന് നേരിട്ട് പറയാതെ ഒരടവ് പ്രയോഗിച്ചു. വീരു അവരോട് പറഞ്ഞു, മത്സരമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുൻപായി നിങ്ങൾ ഈ ഗുഹയിലേക്ക് നോക്കിയേ. അവർ 3 പേരും ഗുഹയിലേക്ക് നോക്കി. അപ്പോൾ വീരുകടുവ പറഞ്ഞു, നിങ്ങളൊന്ന് മണപ്പിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്തെങ്കിലും മണമോ മറ്റോ അനുഭവപ്പെടുന്നുണ്ടോ? വീരുകടുവ ചോദിച്ചു. ഇത് കേട്ടതും വീരുകടുവയുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി ചിണ്ടൻ കുറുക്കൻ പറഞ്ഞു, പ്രഭു, എന്ത് സുഗന്ധമാണ് അങ്ങയുടെ ഗുഹയിൽ. പറഞ്ഞു തീരുന്നതിന് മുൻപ് വീരുകടുവ ഒരടി വെച്ച് കൊടുത്തു. അടി കൊണ്ട് ചിണ്ടൻ കുറുക്കൻ ബോധം കെട്ട് വീണു. ഇത് കണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു കിങ്ങിണി പൂച്ചയും ശംഭു കഴുതയും. അപ്പോൾ വീരുകടുവ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ശംഭു കഴുത പറഞ്ഞു,
പ്രഭു, എന്ത് ദുർഗന്ധമാണ് അങ്ങയുടെ ഗുഹയിൽ. നാണമില്ലേ അങ്ങേക്ക് ഈ ഗുഹയിൽ താമസിക്കാൻ? പറഞ്ഞത് സത്യമാണെങ്കിലും തന്നെ കളിയാക്കിയ പോലെ തോന്നിയ വീരക്കടുവ ആ ദേശത്തിൽ ശംഭു കഴുതയെ അടിച്ചു നിലത്തിട്ടു. ഈ ദേശത്തിൽ അലറിക്കൊണ്ട് വീരക്കടുവ കിങ്ങിണി പൂച്ചയോട് ചോദിച്ചു, എന്റെ ഗുഹയിൽ എന്തെങ്കിലും മണമുണ്ടോ? കിങ്ങിണി പൂച്ചയ്ക്ക് അപ്പോൾ കാര്യം മനസ്സിലായി. ഇത് തന്നെയാണ് യഥാർത്ഥ മത്സരമെന്ന് കിങ്ങിണി ഉറപ്പിച്ചു. അവൻ വിനയപൂർവ്വം പറഞ്ഞു, പ്രഭു, എനിക്ക് 2 ദിവസമായി ജലദോഷമാ. അതുകൊണ്ട് അങ്ങയുടെ ഗുഹയിലുള്ളത് എന്ത് തരം മണമാണെന്ന് അടിയനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. കിങ്ങിണിയുടെ ആ ഉത്തരം വീരക്കടുവയ്ക്ക് നന്നേ ബോധിച്ചു. അവസരത്തിനൊത്ത് ഉത്തരം പറഞ്ഞ് സ്വയം രക്ഷപ്പെട്ട അവന് ആപത്ഘട്ടത്തിൽ ബുദ്ധി ഉപയോഗിച്ച് തന്നെ രക്ഷപ്പെടുത്തുവാനുള്ള കഴിവുള്ളവനാണെന്ന് വീരക്കടുവയ്ക്ക് ബോധ്യമായി. അങ്ങനെ വീര തന്റെ കാട്ടിലെ ബുദ്ധിമാനെ കണ്ടെത്തി. പിന്നീടുള്ള കാലം കിങ്ങിണി പൂച്ച ആയിരുന്നു വീരക്കടുവയുടെ മന്ത്രി. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ബുദ്ധിമാനായ പൂച്ചയുടെ ഈ കഥ? അതെ കൂട്ടുകാരെ, ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യവും നമ്മൾ നേരിടേണ്ടത് ബുദ്ധി കൊണ്ടായിരിക്കണം. ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ 1-2 വട്ടം ആലോചിച്ച ശേഷം നമുക്ക് ശരിയെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ ചെയ്യാവൂ. കണ്ടില്ലേ നമ്മുടെ ഈ പൂച്ചക്കുട്ടൻ എങ്ങനെയാണ് കടുവച്ചാരുടെ മന്ത്രിയായതെന്ന്? കൂട്ടുകാരെ, നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഒരു മടിയനായ കഴുതച്ചാരുടെ കഥയാണ്. പണ്ട് ഒരിടത്ത് ഒരു പാവം കച്ചവടക്കാരനുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്നും വേറൊരു ഗ്രാമത്തിലേക്ക് ഉപ്പ് കൊണ്ടുപോയി കച്ചവടം നടത്തിയാണ് അയാൾ ജീവിച്ചിരുന്നത്. എല്ലാ ദിവസവും അയാൾ തന്റെ കഴുതയുടെ മുകളിൽ ഉപ്പസഞ്ചി വെച്ച് കെട്ടി കഴുതയെയും കൊണ്ടുപോയി കച്ചവടം നടത്തുകയായിരുന്നു പതിവ്. അയാൾ അയാളുടെ കഴുതയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ കഴുതയാകട്ടെ തന്റെ യജമാനനോട് ഒട്ടും നന്ദിയില്ലാത്തവനും മഹാമടിയച്ചാരുമായിരുന്നു. ഈ പണി തനിക്ക് മടുത്തു. എങ്ങനെയെങ്കിലും തന്റെ യജമാനനെ പറ്റിച്ച് പണിയൊന്നും ചെയ്യാതെ സുഖിച്ച് ജീവിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അതിനായി അവൻ പല പണിയും നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ കച്ചവടക്കാരൻ തന്റെ കഴുതയെയും കൊണ്ട് ഉപ്പ് കച്ചവടത്തിനായി ഇറങ്ങി. അവിടെ ഒരു പുഴയുടെ കുറുകെ ഒരു പാലമുണ്ടായിരുന്നു. അതുവഴി വേണം അവർക്ക് കടന്നു പോകാൻ. അങ്ങനെ നടന്നു പോകുമ്പോൾ കഴുതച്ചാർ അറിയാതെ കാൽ വഴുതി പുഴയിലേക്ക് വീണുപോയി. ഇത് കണ്ട് കച്ചവടക്കാരൻ പേടിച്ചു നിലവിളിച്ചു. നദിയിൽ വീണ കഴുത നീന്തി നീന്തി ഒരു വിധത്തിൽ കരയിൽ കയറി പറ്റി. കഴുത രക്ഷപ്പെട്ടത് കണ്ട് അയാൾക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോഴാണ് കഴുതച്ചാർക്ക് കാര്യം പിടികിട്ടിയത്. തന്റെ മുകളിലുള്ള ചാക്കിന്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു. അവന് വല്ലാതെ സന്തോഷമായി. ചാക്ക് പുഴയിൽ വീണ് പകുതിയോളം ഉപ്പ് അപ്പോഴേക്കും അലിഞ്ഞു പോയിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ കഴുതയ്ക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന സന്തോഷമായിരുന്നു കച്ചവടക്കാരന്. പക്ഷേ മടിയനും കൗശലക്കാരനുമായ കഴുത എല്ലാ ദിവസവും നടന്ന് പാലത്തിന്റെ മുകളിൽ എത്തുമ്പോൾ മനഃപൂർവ്വം പുഴയിലേക്ക് വീഴുവാൻ തുടങ്ങി. കഴുത ഈ സൂത്രം കുറേ ദിവസങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇത് തുടരുമ്പോൾ അയാൾക്ക് കഴുതയുടെ ഈ സൂത്രം പിടികിട്ടി. തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കച്ചവടക്കാരൻ കഴുതയുടെ മടി മാറ്റുവാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അയാൾ ഒരു സൂത്രം കണ്ടെത്തി. എല്ലാ ദിവസവും കഴുതയുടെ പുറത്ത് കെട്ടിവെച്ചിരുന്ന ഉപ്പിന് പകരം ആ ചാക്കിൽ കച്ചവടക്കാരൻ പഞ്ഞി നിറച്ചു. അത് കഴുതയുടെ പുറത്ത് എല്ലാ ദിവസത്തെയും പോലെ വെച്ച് കെട്ടി യാത്ര ആരംഭിച്ചു.
അങ്ങനെ പതിവ് പോലെ അവൻ നടന്ന് പാലത്തിന് മുകളിൽ കയറി. കഴുത എന്നത്തെയും പോലെ പുഴയിലേക്ക് എടുത്തു ചാടി. പതിവ് പോലെ കഴുതച്ചാൽ കരയിലേക്ക് കയറി. ഭാരം കൂടിയത് കാരണം അവന് നടക്കുവാനേ കഴിയുന്നില്ല. അവൻ ആ ഭാരവും വഹിച്ചുകൊണ്ട് കച്ചവടക്കാരന്റെ പുറകെ പതുക്കെ പതുക്കെ ബുദ്ധിമുട്ടി നടന്നു. വെള്ളത്തിലേക്ക് ചാടിയ കഴുതച്ചാർ അറിയുന്നുണ്ടോ തന്റെ മുകളിൽ ഉപ്പിന് പകരം പഞ്ഞിക്കെട്ടാണെന്നുള്ള സത്യം? പഞ്ഞിക്കെട്ട് വെള്ളത്തിൽ വീണ് നനഞ്ഞ് അതിന്റെ ഭാരം കൂടുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരിക്കലും അവൻ തന്റെ യജമാനനെ പറ്റിക്കുവാൻ നോക്കിയിട്ടേയില്ല. അവൻ തന്റെ മടിയൊക്കെ ഉപേക്ഷിച്ച് നല്ലവനായി ജീവിച്ചു. കണ്ടില്ലേ കൂട്ടുകാരെ, മടിയന് പറ്റിയ പറ്റ്. മടിയൻ മല ചുമക്കുമെന്ന് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് സ്വന്തം ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന നമ്മുടെ കഴുതച്ചാർക്ക് പറ്റിയ പറ്റ്. കൂട്ടുകാരെ, കഥകളൊക്കെ കേട്ടില്ലേ? ഇനി നമുക്ക് അടിച്ചു പൊളിച്ചൊന്ന് കറങ്ങിയിട്ട് വരാം. അമ്മവും കാട്ടിലെ കൂട്ടുകാരും ആനന്ദനത്തരമാടുകയായി, മേനി വിയർത്തു കുളിക്കയായി.
കൂട്ടുകാരെ, നേരെ ഒരുപാടായി. അമ്പിളിയമ്മാവന്റെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? നേരെ ഇരുട്ടി, അമ്മുവിന് പോവാൻ സമയമായി കേട്ടോ. അമ്മുവിന്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ കാത്തിരിക്കുക. കൂട്ടുകാർക്ക് അമ്മു പറഞ്ഞ കഥകളും പാടിയ പാട്ടുകളുമൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ? അമ്മുവിന്റെ കയ്യിൽ ഇനിയും ഒരുപാട് കഥകളും പാട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ പറഞ്ഞു തരാം. അപ്പോ അമ്മ പോവുകയാണേ. ടാറ്റാ 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 ബൈ. അമ്മൂ, സ്കൂൾ അടച്ചേ.